വെള്ളം ഇറങ്ങും. അപ്പം അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഗീ റൈസിനും നല്ല അപ്പത്തിനൊക്കെ പറ്റിയ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? പാൻ വെച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 2 മീഡിയം സ്ലൈസ്ഡ് സവോള ഇട്ട് കൊടുക്കാം. സവോള നല്ലോണം പെട്ടെന്ന് വരണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അതിലേക്ക് 3-4 പച്ചമുളക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഫ്രോസൺ ആയിട്ടുള്ള കറിവേപ്പിലയേ ഉള്ളൂ, ഞാൻ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ഇവിടെ നല്ലപോലെ വരണ്ട് വരണമെന്നില്ല. ഞാനിവിടെ സവോള കുറച്ചൊന്ന് ഷാലോ ആയിട്ട് ഫ്രൈ ആയതിന് ശേഷം ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പം ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യുക. തക്കാളീൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നില്ല തക്കാളി. ഞാനിവിടെ 2 പൊട്ടറ്റോ ഇങ്ങനെ ഒരു ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പൊട്ടറ്റോയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി യോജിപ്പിക്കുക. ശേഷം ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഗ്രേവി വേണ്ടതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അപ്പം അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം. ഒരു 20 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ ഇനഫായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 20 മിനിറ്റ് വേവിക്കാൻ വെക്കുന്നുള്ളൂ. മൂടി വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഗീ റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം വയ്ക്കുക, ഗീ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2-3 സ്പൂണ് ഗീ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, കറുവപ്പട്ട, അങ്ങനെയുള്ള ഏലക്ക, കുരുമുളക് എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക. അതിലേക്ക് ഞാനിവിടെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ക്യാരറ്റും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബസുമതി റൈസാണ്. ഒരു 10 മിനിറ്റ് നേരം കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കില്ല. ഇപ്പം അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെമൺ ജ്യൂസ്. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എത്ര കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി നല്ല തിളച്ച ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഗീ റൈസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിക്ക് നല്ല ബെസ്റ്റ് കോംബോ ആണ് ഗീ റൈസ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.